നമസ്കാരം. ഇന്ന് സംസാരിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എത്ര കവറേജ് വേണമെന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യമാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള അവയർനെസ് ഒത്തിരി ആൾക്കാർക്കുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോലത്തെ വീഡിയോ ഇതൊക്കെ കണ്ടിട്ട് പല ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ആദ്യ പടി എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അവയർനെസ്സിലും നമുക്ക് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്കുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഉള്ള സ്റ്റഡികളൊക്കെ കാണിക്കുന്ന കാര്യം വെച്ചാൽ മിക്ക ആൾക്കാരും, മിക്കതല്ല 75% ആൾക്കാരും ഇന്ത്യയിൽ അണ്ടർ ഇൻഷുറൻസാണ്. ഇത് വലിയൊരു ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ശരിക്കും ഒരു ഫാമിലിക്ക്, ഒരു സിറ്റിയിലൊക്കെ താമസിക്കുന്ന ഒരു ഫാമിലിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് അണ്ടർ കവർ, അപ്പോൾ ഒരു അസുഖമൊക്കെ വന്നിട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് അസുഖമൊക്കെ വന്ന് ഒരു ഹോസ്പിറ്റലിൽ വേണം, ഒരു സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റിന് മിക്കവാറും ഒരു വർഷം ഏകദേശം ഒരു 2 ലക്ഷം പെർ ആനൊക്കെ വരും. ഇപ്പോൾ പല ആൾക്കാർക്ക് അസുഖമൊക്കെ വന്ന ആൾക്കാർ പറയും ഇത് കുറവാണെന്നേ പറയുള്ളൂ. അപ്പോൾ 4 പേരടങ്ങുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 8 ലക്ഷം രൂപയ്ക്ക് ഇവിടെ പോകും. ഈവൻ ഇത് തന്നെ ഒരു 5 വർഷം കഴിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മിക്കവാറും ഡബിളായിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ 4 ലക്ഷമായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ പ്രീമിയം, 5 ലക്ഷം രൂപയുടെ കവറേജ് മാത്രമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഏകദേശം 4 ഫാമിലിക്ക് ഏകദേശം 16 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ ഇത് 5 ലക്ഷം കവറേജ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഇനഫ്. 5 ലക്ഷം കവറേജ് എന്ന് വെച്ചാൽ നോട്ട് അറ്റ് ഓൾ ഇനഫ്. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു സ്റ്റഡി നോക്കിയിട്ട് മനസ്സിലാകുന്ന കാര്യം വെച്ചാൽ ഇന്ത്യയിൽ പോളിസി എടുത്തേക്കുന്നതിൽ മെജോറിറ്റി ആൾക്കാർക്കും ഏകദേശം ഒരു 48% പേർക്കും 5 ലക്ഷത്തിൽ കുറവേ കവറേജ് ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ഒരു ടെൻഷൻ തന്നെ. ഇപ്പോൾ എല്ലാവർക്കും പോളിസി ഉണ്ട്, പക്ഷേ പേരിനേ ഉള്ളൂ. ഈ പേരിനുള്ളത് നമുക്ക് ഉപകാരപ്പെടില്ല. ഇനി ഏകദേശം 27% പേർക്ക് 10 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലേ ഉള്ളൂ. എന്ന് വെച്ചാൽ 75% പേരും ഏകദേശം എന്ന് പറഞ്ഞാൽ അടുത്ത ഇപ്പോഴല്ലെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ അണ്ടർ കവറേജാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഇൻഷുറൻസ് ഇല്ലാത്തതും ഉള്ളതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻഷുറൻസ് റിവ്യൂ ചെയ്യേണ്ടതും നമ്മുടെ എത്രയാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞെങ്കിൽ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടാവും. ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടാവും. മാക്സിമം ഉണ്ടാവുന്നത് 3 തൊട്ട് 5 ലക്ഷം രൂപയാണ്. ഈ ഇൻഷുറൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് പല ആൾക്കാരും ഈ പേഴ്സണൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഭയങ്കര ഡേഞ്ചർ. പിന്നെ കവറേജും കുറവാണ്. ഇവിടെ നമ്മൾ എങ്ങനെയും ജോബ് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് അടുത്ത കമ്പനിയിലേക്ക് മാറണം. ഒരാഴ്ച ഗ്യാപ്പ് എടുത്തിരിക്കണം. ആ ഗ്യാപ്പിലാണ് അസുഖം വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കവറേജ് ഇല്ലാത്തൊരവസ്ഥ വരും. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എങ്ങനെ എനിക്ക് ഇൻഷുറൻസ് കറക്റ്റാണോ, ഒപ്റ്റിമലാണോ, എൻ്റെ ഫാമിലിയുടെ അനുസരിച്ചിട്ട് മതിയോ എന്ന് നോക്കി വെക്കേണ്ട കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഫാമിലി നോക്കണമെങ്കിൽ 4 പേരുടെ ഫാമിലി ആയിരിക്കും, അത് ഒരുമിച്ചായിരിക്കും പോളിസി എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഏകദേശം ഒരു 24 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഫാമിലി ഇൻഷുറൻസിൽ പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലായിരിക്കും. എന്നിട്ട് ഇവർക്കൊരു 26-27 വയസ്സൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഫാമിലി ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷേ അവർക്ക് അതുണ്ടാവില്ല. അപ്പോൾ ഇതും വലിയ ഡേഞ്ചറാണ്. ഇതേപോലെ തന്നെ സീനിയർ സിറ്റിസന് നമ്മൾ പോളിസി എടുക്കാൻ പോകുമ്പോൾ മിക്കവാറും പ്രീമിയം ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അസുഖം വരണേന് ഞാനൊരു 10 ലക്ഷം രൂപ മാറ്റി വയ്ക്കാതെ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പല ആൾക്കാരും പോളിസി എടുക്കാണ്ടിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു 60 വയസ്സായുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 ലക്ഷം രൂപ മാറ്റി വെച്ചു, അസുഖം വന്നാൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഏതെങ്കിലും അസുഖം വന്നിട്ട് ഒരു 5 വർഷം അടുപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ 5 വർഷവും 10 ലക്ഷം രൂപ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയായി. അതൊരു ഫാമിലി ബർഡനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ പല ആൾക്കാർക്കും നമ്മൾ ചെറിയ ചിലവ് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വലിയൊരു ചിലവിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇനി പല ആൾക്കാരും പറഞ്ഞാൽ എനിക്ക് ആ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഓൾറെഡി ആയി, ഇനി കൂട്ടണം, അല്ലെങ്കിൽ കോർപ്പറേറ്റിലേക്ക് 5 ലക്ഷം രൂപ. അപ്പോൾ ഫസ്റ്റ് 5 ലക്ഷം ബോധം, അല്ലെങ്കിൽ അതിന് മുകളിലുള്ളത് പേടിയുള്ളതെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പറഞ്ഞിട്ടൊരു പോളിസികളുണ്ട്. അപ്പോൾ 5 ലക്ഷത്തിന് മുകളിലുള്ള 5 lakh to 50 lakh അങ്ങനെയൊക്കെ വെച്ചിട്ട് കവറേജ് എടുക്കണമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കാരണം പല ആൾക്കാർക്കുള്ള വിഷയമാണ് എനിക്ക് 0 to 5 lakh ഐ ക്യാൻ മാനേജ് ഇറ്റ്, ഇതിന് മുകളിലുള്ളത് മാത്രം മതി. ഇതും ഒരു ഓപ്ഷനാണ്.
അപ്പോൾ എപ്പോഴും ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ ആൾക്കാർക്ക് അവയർനെസ് ആയി, എല്ലാവർക്കുമായി. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളുണ്ട്, അങ്ങനെ പല സ്കീമുകളുണ്ട്. ഗവൺമെൻറ് ഓഫീസിൽ അല്ലെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന, ഗവൺമെൻറ് ഓഫീസിൽ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. NRIസിന് പലപ്പോഴും ഉള്ള സംശയമാണ്, എനിക്ക് ആ നാട്ടിൽ ഇൻഷുറൻസ് ഉണ്ട്, ഇവിടെ എനിക്ക് കുഴപ്പമില്ല, വേണ്ടാന്നുള്ളത്, ഇനി വൈകുമോ മതി എന്നുള്ളത്. നമുക്ക് ഇതാണ് റൂട്ട്. അപ്പോൾ എന്നാണ് നമുക്ക് ഇൻഷുറൻസ് ഇവിടെ വേണ്ടതെന്ന് അറിയില്ല. അതും ഒരു റിസ്ക് കവറാണ്. ചിലപ്പോൾ എന്തെങ്കിലും അസുഖ കാര്യങ്ങൾ നിങ്ങൾക്ക് നാട്ടിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അവസ്ഥ വന്നു, ആ അസുഖത്തിന് നാട്ടിലേക്ക് വരുന്ന ടൈമിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിക്കുക. സോ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് എ റിസ്ക് മിറ്റിഗേഷൻ മെത്തേഡ്. അപ്പോൾ ഇതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഡോണ്ട് റിയലി ട്രൈ ടു സേവ് സ്മോൾ മണി. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇൻവെസ്റ്റ്മെൻറ്റോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കവർ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.